പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് നവംബർ 21 വെള്ളിയാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിന് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നിരാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ചില ആളുകൾ പറയാറുണ്ട്, ഐ ആം ബിസി, സ്ട്രെസ്ഡ്, കൺഫ്യൂസ്ഡ്. എന്നാൽ ബൈബിൾ ഒരു ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. ബിസിയാകുന്ന ജീവിതം വിജയ ജീവിതമായി തീരുക എന്നത് ഉറപ്പില്ല. എന്നാൽ ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ജീവിതം വിജയ ജീവിതത്തിലേക്ക് നയിക്കും. നാം വായിച്ചതായ വേദഭാഗം നമ്മോട് പറയുന്നു, സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്, സക്സസ് ഈസ് ആൻ അലൈൻമെന്റ് വിത്ത് ഗാഡ്. വിജയം ഒരു യാദൃശ്ചികമല്ല, വിജയം ദൈവത്തോടുള്ളതായ സമന്വയമാണ്. വചനം ചില ചിന്തകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഒന്ന്, ദൈവവചനത്തെ കേന്ദ്രമാക്കി ജീവിക്കുക എന്നതാണ്. അവിടെ പറയുന്നു, ന്യായപ്രമാണം നിന്റെ വായിൽ നിന്ന് നീങ്ങാതെ ഇരിക്കട്ടെ. ഇത് അർത്ഥമാക്കുന്നത് ദൈവവചനം ഒരിക്കലും വിട്ടുപോകരുത്, ദൈവവചനത്തിൽ നീ സ്ഥിരമായിരിക്കുക എന്നതാണ്. ദൈവം യോശുവയോട് പറഞ്ഞു, നീ കൈവശപ്പെടുത്തേണ്ടതായ ദേശം ഞാൻ മുൻപേ നിനക്ക് നൽകി. പക്ഷേ വിജയം നിന്റെ വാളിലല്ല, പിന്നെയോ എൻ്റെ വചനത്തിലാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെയും ജീവിതം വചനാധിഷ്ഠിതമായി തീരണം എന്നതാണ്. വേദവാക്യം വീണ്ടും പറയുന്നു, പകലും രാത്രിയും ദൈവവചനത്തെ ധ്യാനിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്കിന്റെ അർത്ഥം മട്ടർ, വിസ്പർ, ച്യൂ, ഡൈജസ്റ്റ് എന്നിവയാണ്. അതായത് ധ്യാനം എന്നത് വെറും വായന മാത്രമല്ല, ഭക്ഷണം ചവച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി അത് നമ്മിൽ അലിഞ്ഞു ചേർന്ന് നമ്മെ ജീവിപ്പിക്കുന്നത് പോലെ ആയി തീരണം. വചനം നമ്മുടെ തീരുമാനങ്ങളെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ആ വചനം നമ്മുടെ ഉള്ളിൽ ദഹിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. വീണ്ടും വേദവാക്യം നമ്മോട് പറയുന്നു, വചനത്തിനനുസരിച്ച് ജീവിക്കണം. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വചനം വായിക്കുന്നത് മാത്രം അനുഗ്രഹം നൽകില്ല, വചനത്തിന്റെ ധ്യാനം മാറ്റത്തിലേക്ക് നയിക്കുകയില്ല, പിന്നെയോ അനുസരണം, വചനത്തിനനുസരിച്ചുള്ളതായ അനുസരണമാണ് ജീവിതത്തെ മാറ്റുന്നത്. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിങ്ങനെ പറയാൻ സാധിക്കുമല്ലോ, സ്ക്രിപ്ചർ ഇൻ ദ മൈൻഡ് ഈസ് ഇൻഫർമേഷൻ. മനസ്സിലുള്ളതായ വചനം അത് അറിവ് പകരുന്നു. സ്ക്രിപ്ചർ ഇൻ ദ ഹാർട്ട് ഈസ് ഇൻസ്പിറേഷൻ. ഹൃദയത്തിലുള്ളതായ വചനം പ്രചോദനം പകരുന്നു. ബട്ട് സ്ക്രിപ്ചർ ഇൻ ലൈഫ് ഈസ് ട്രാൻസ്ഫർമേഷൻ. ജീവിതത്തിലുള്ളതായ വചനം പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ദൈവവചനത്തെ ഇൻഫർമേഷൻ ആയിട്ടോ ഇൻസ്പിറേഷൻ ആയിട്ടോ മാത്രം ആക്കി നിർത്തരുത്. അത് ജീവിതത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി തീരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കണം, ബൈബിൾ ഈസ് നോട്ട് എ ബുക്ക് ടു റീഡ്, ഇറ്റ് ഈസ് എ മാപ്പ് ടു ഫോളോ. ഇതാണ് ദൈവം യോശുവയോട് പറയുന്നത്. നിന്റെ ജീവിതത്തിന്റെ ആയുധം വചനമാണ്. നാം അവിടെ കാണുകയാ, യോശുവയുടെ മുൻപിൽ വലിയ ടാസ്കുകൾ ഉണ്ടായിരുന്നു. യോർദാൻ കടക്കണം, യുദ്ധം ചെയ്യണം, ദേശം കൈവശപ്പെടുത്തണം. പക്ഷേ ദൈവം അവന് ഒരു ആയുധവും അവന് കൊടുത്തില്ല.
ഒരു സ്ട്രാറ്റജിയും അവന് കൊടുത്തില്ല. കൊടുത്തത് ഒന്ന് മാത്രമാ, ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം അവന് കൊടുത്തു. ദൈവം യോശുവയോട് പറയുകയാണ്, when you hold the word of God, the word holds your future. നീ വചനം പിടിക്കുമ്പോൾ വചനം നിന്റെ ഭാവിയെ കൈപിടിച്ച് നടത്തും. ഇതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു. ഇതായിരുന്നു അവനെ വിജയത്തിലേക്ക് നയിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം നാം നൽകുന്നുണ്ട്? നമ്മുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ അഭിപ്രായമാണോ ദൈവവചനമാണോ? ദൈവം നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, വചനത്തിൽ ഉറച്ചു നിൽക്കുക, വിജയം ഞാൻ ഉറപ്പിക്കുന്നു. So let us return to the word of God. Let us root our lives in the scripture. Let the word become our direction, strength and destiny. When you stand on the word will carry you into your future. ഇതാകട്ടെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന സൂത്രവാക്യം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, നീ തന്ന വചനം ഞങ്ങളുടെ വായിൽ നീങ്ങാതെ ഇരിക്കുവാൻ അനുവദിക്കണമേ. പകലും രാത്രിയും അതിനെ ധ്യാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ശക്തി പകരണമേ. ഞങ്ങളുടെ തീരുമാനങ്ങൾ, ഞങ്ങളുടെ ദിനചര്യകൾ, ഞങ്ങളുടെ വഴികൾ എല്ലാം വചനത്തിൽ അടിസ്ഥാനമായി തീരണമേ. കർത്താവേ, യോശുവയെ പോലെ ഞങ്ങളെയും വചനത്തിലൂടെ ശക്തരാക്കണമേ. നിന്റെ വചനാധിഷ്ഠിതമായൊരു തലമുറയായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.